നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ആലപ്പുഴയിൽ കോളറ സ്ഥിരീകരിച്ചു. രോഗബാധ തലവടി പഞ്ചായത്തിലെ 6-ാം വാർഡിൽ. നീരറ്റുപുറം സ്വദേശി PG രഘു വെന്റിലേറ്ററിൽ. കോഴിക്കോട് സിറ്റി കനാൽ പദ്ധതി നിർമ്മാണം അടുത്ത വർഷം തുടങ്ങും. ബേപ്പൂർ തുറമുഖത്തിന്റെ ആഴം കൂട്ടാനുള്ള പഠനം പുരോഗമിക്കുന്നതായി മുഖ്യമന്ത്രി. കളമശ്ശേരി സ്ഫോടന കേസിൽ സാക്ഷി പറഞ്ഞയാൾക്ക് കളമശ്ശേരി പോലീസ് കേസെടുത്തു. ഭീഷണി വന്നത് മലേഷ്യൻ നമ്പറിൽ നിന്ന്. കോട്ടയത്ത് വീടിന് നേരെ ആക്രമണം. ആക്രമിക്കപ്പെട്ടത് ഏറ്റുമാനൂർ സ്വദേശിനി ഡോക്ടർ സിനി ജോർജിന്റെ വീട്. അക്രമി പിടിയിൽ. കാസർഗോഡ് പുതിയ കോട്ടയിൽ വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മാണ കേന്ദ്രം കണ്ടെത്തി. 3 പേർ അറസ്റ്റ്. വിശദമായ വാർത്തയിലേക്ക്. കോട്ടയം ഏറ്റുമാനൂരിൽ വീടിന് നേരെ ആക്രമണം. ഇന്ന് പുലർച്ചെ 5:15ഓടെയാണ് ഏറ്റുമാനൂർ സ്വദേശിനിയായ ഡോക്ടർ സിനി ജോർജിന്റെ വീട് ആക്രമിച്ചത്. വയനാട് സ്വദേശിയായ ജിൻസിനെ ഏറ്റുമാനൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. പുലർച്ചെ 5:30ഓടെ ഏറ്റുമാനൂർ KSRTC ബസ് സ്റ്റാൻഡിന് സമീപമുള്ള വെട്ടൂർ റോഡിലെ വീട്ടിലാണ് അക്രമം നടന്നത്. അക്രമി വീട്ടുമുറ്റത്തേക്ക് കടന്ന ശേഷം ആദ്യം കാറിന്റെ ചില്ല് തകർത്തു. പിന്നാലെ ബഹളം വെച്ച് വീടിന്റെ ജനലുകളും വാതിലുകളും തകർത്തു. സംഭവം കേട്ട് ഞെട്ടിയുണർന്ന വീട്ടുകാർ പോലീസ് കൺട്രോൾ റൂമിൽ വിവരം അറിയിക്കുകയായിരുന്നു. ഉടൻ തന്നെ ഏറ്റുമാനൂർ പോലീസ് എത്തി അക്രമിയെ കീഴടക്കി. വയനാട് സ്വദേശിയായ ജിൻസാണ് അക്രമം നടത്തിയതെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു. വിദേശത്ത് നിന്ന് നാട്ടിൽ മടങ്ങിയെത്തിയ ഇയാൾ മദ്യത്തിനടിമയാണ്. മദ്യലഹരിയിലാണ് അക്രമം നടത്തിയതെന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള പ്രതി പാന്റ് മാത്രം ധരിച്ചാണ് അക്രമം നടത്തുന്നതെന്നും CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. വീട്ടുടമയായ സിനി ജോർജുമായോ മറ്റു വീട്ടുകാരുമായോ ഇയാൾക്ക് മുൻ പരിചയമില്ല എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ന്യൂസ് 18 കോട്ടയം. കോഴിക്കോട് സിറ്റി കനാൽ പദ്ധതി നിർമ്മാണം അടുത്ത വർഷം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സർക്കാരിന്റെ 4-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി നടന്ന ജില്ലാ അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ബേപ്പൂർ തുറമുഖ വികസനവും സർക്കാരിന്റെ സജീവ പരിഗണനയിലുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. നിരവധി മേഖലകളിൽ നിന്നുള്ള പ്രമുഖരാണ് അവലോകന യോഗത്തിൽ പങ്കെടുത്തത്. കോഴിക്കോട് നഗരത്തിൽ 10 ഏക്കർ ഭൂമി കൂടി ഏറ്റെടുത്താവും സിറ്റി കനാൽ പദ്ധതി നടപ്പിലാക്കുക. 14 മീറ്റർ വീതിയിലാവും കനാൽ നിർമ്മാണം. 1118 കോടി മുതൽ മുടക്കിലുള്ള പദ്ധതി 3 വർഷം കൊണ്ട് പൂർത്തീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ബേപ്പൂർ തുറമുഖത്തിന്റെ ആഴം കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ പുരോഗമിക്കുകയാണെന്നും ചോദ്യങ്ങൾക്ക് മറുപടിയായി മുഖ്യമന്ത്രി പറഞ്ഞു. 2016 അധികാരത്തിൽ വന്ന സർക്കാരിന്റെ 9 വർഷം പൂർത്തിയാകുന്നു. 10-ാം വർഷത്തേക്ക് കടന്നു. ഈ കാലയളവ് കേരളത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ അത് എല്ലാവരുടെയും അനുഭവത്തിലുള്ളതാണ്. മന്ത്രി മുഹമ്മദ് റിയാസ് ചടങ്ങിൽ അധ്യക്ഷനായി. പിണറായി സർക്കാരിന് കീഴിൽ സമാനതകളില്ലാത്ത വികസന പദ്ധതികളാണ് കഴിഞ്ഞ 9 വർഷമായി സംസ്ഥാനത്ത് നടക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇവിടെ കോഴിക്കോട് ജില്ലയിൽ 2016 മുതൽ ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി LDF സർക്കാർ ഭരിക്കുന്ന ഘട്ടങ്ങളിലെല്ലാം തന്നെ കോഴിക്കോട് ജില്ലയുടെ വികസന പ്രവർത്തനങ്ങളിൽ വലിയ പരിഗണന നൽകിക്കൊണ്ടാണ് മുന്നോട്ട് പോയത്. അർഹതപ്പെട്ട എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കാനുള്ള വലിയ ശ്രമമാണ് നടത്തിവരുന്നത്. 2021 മെയ് 20 ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിനു ശേഷവും ഈ 4 വർഷക്കാലവും കോഴിക്കോട് ജില്ലയുടെ വിവിധ മേഖലകളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള വളരെ നിസ്വാർത്ഥമായ ഇടപെടലാണ് തുടർ നടപടികളുമായി സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മന്ത്രി AK ശശീന്ദ്രൻ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ഡോക്ടർ VK രാമചന്ദ്രൻ, മേയർ ഡോക്ടർ ബീന ഫിലിപ്പ്, MLA മാർ, തദ്ദേശഭരണ പ്രതിനിധികൾ, സാമൂഹ്യ സാംസ്കാരിക വ്യാവസായിക രംഗത്തെ പ്രമുഖർ അടക്കമുള്ളവരും യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് 18 കോഴിക്കോട്. കളമശ്ശേരി സ്ഫോടന കേസിൽ സാക്ഷി പറഞ്ഞ വ്യക്തിക്ക് ഭീഷണി. യഹോവ സാക്ഷികൾ എന്ന വിശ്വാസി സമൂഹത്തിൽപ്പെട്ട വ്യക്തിക്കാണ് മലേഷ്യൻ നമ്പറിൽ നിന്നും ഭീഷണി വന്നത്. സംഭവത്തിൽ കളമശ്ശേരി പോലീസ് കേസെടുത്തു. വിവരങ്ങളുമായി ഡാനി പോൾ ചേരുന്നു. ഡാനി, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ?
കഴിഞ്ഞ അതായത് മെയ് 12-നാണ് ഈ ഭീഷണി സന്ദേശം യഹോവ സാക്ഷികളുടെ അവരുടെ PR വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന ആൾക്ക് ഭീഷണി സന്ദേശം വന്നത്. അതിൽ പറയുന്നത് മലേഷ്യയിൽ നിന്നാണ് സന്ദേശം വന്നത്. ഒരു വാട്സപ്പ് നമ്പറിൽ നിന്നാണ് ഈ സന്ദേശം ഇവിടേക്ക് എത്തിയത്. ഇതിൽ പ്രധാനമായും പറയുന്നത് ഈ കേസിലെ പ്രതിയായ ഡൊമിനിക് മാർട്ടിനെതിരെ സാക്ഷി പറഞ്ഞാൽ കൊലപ്പെടുത്തും എന്നതാണ്. ഒപ്പം തന്നെയും യഹോവ സാക്ഷികളുടെ സമ്മേളനങ്ങളിൽ ബോംബ് വയ്ക്കും എന്നും ഇതിൽ പറയുന്നുണ്ട്. നിലവിൽ ഈ കേസ് ഇപ്പോൾ അതിൻ്റെ ഒരു വിചാരണ ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷം വിചാരണ ഘട്ടത്തിലേക്ക് നീങ്ങുന്ന ഈ സമയത്താണ് ഈ ഒരു രീതിയിലുള്ളൊരു ഭീഷണി സന്ദേശം വരുന്നത്. ഇതിപ്പോൾ രേഖകൾ സഹിതം കളമശ്ശേരി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇതിൽ പോലീസ് കേസെടുത്ത് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. 2023-ലാണ് 8 പേർ കൊല്ലപ്പെട്ട ഈ കളമശ്ശേരി സ്ഫോടന കേസ് ഉണ്ടാകുന്നത്. ഏതാണ്ട് 45-ലധികം പേർക്കെന്ന് പരിക്കേൽക്കുകയും ചെയ്തു. ഇതിനുശേഷം പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടത് ഇതിലൊരു പ്രതി മാത്രമേ ഉള്ളൂ എന്നതാണ്. ഈ പ്രതിയെ സംബന്ധിച്ച് കുറ്റപത്രം അടക്കമുള്ള കാര്യങ്ങൾ കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു. അത് ഇനി ഇതിൻ്റെ ഒരു വിചാരണ ഘട്ടത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ കടക്കുകയാണ്. ഈ ഒരു സമയത്താണ് ഇപ്പോൾ ഭീഷണി സന്ദേശം ലഭിച്ചതായിട്ട് പരാതിയായി വന്നിരിക്കുന്നത്. യഹോവ സാക്ഷികളുടെ അവരുടെ ഒരു കൂട്ടായ്മയുടെ PR വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന ആൾക്കാണ് ഇത് സംബന്ധിച്ചുള്ള ഒരു ഭീഷണി സന്ദേശം വരുന്നത്. ബോംബ് വെച്ച് തകർക്കുമെന്നും അത് കൊലപ്പെടുത്തുമെന്നുള്ള സന്ദേശമാണ് ഇതിലുള്ളത്. അത് ഉള്ളടക്കത്തിൻ്റെ ഗുരുതരാവസ്ഥ കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഒട്ടും വൈകാതെ തന്നെ ഈ കേസ് രജിസ്റ്റർ ചെയ്ത് നേരത്തെയും കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുന്ന കളമശ്ശേരി പോലീസിൽ തന്നെ ഇത് പരാതിയായിട്ട് നൽകുന്നത്. പോലീസ് നിലവിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ശരി, ഡാനി പോളാണ് കൊച്ചിയിൽ വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് താമരശ്ശേരിയിൽ ലഹരിക്കടിമയായ ഭർത്താവിന്റെ ക്രൂരമർദ്ദനമേറ്റ യുവതി ന്യൂസ് 8നോട് നൌഷാദിൽ നിന്നും ക്രൂരമായ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നതായി അമ്മായത്തോട് സ്വദേശിനി സജന. മർദ്ദിച്ച ശേഷം കൊടുവാളുമായി തന്നെയും മകളെയും വെട്ടാൻ ഓടിച്ചപ്പോൾ വീട് വിട്ട് ഓടിയത് രക്ഷപ്പെടാനല്ലെന്നും വാഹനത്തിന്റെ മുന്നിൽ ചാടാനായിരുന്നുവെന്നും സജന പറഞ്ഞു. വിവാഹം കഴിഞ്ഞ സമയം മുതൽ മദ്യലഹരിയിൽ ഭർത്താവിൽ നിന്ന് പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നിരുന്നതായും സജന ന്യൂസ് 8നോട് പറഞ്ഞു. താമരശ്ശേരി അമ്പായത്തോട്ടിൽ വീട്ടമ്മയ്ക്ക് ക്രൂരമായ മർദ്ദനമാണ് ഭർത്താവിൽ നിന്നും ഏൽക്കേണ്ടി വന്നത്. മദ്യലഹരിയിലായിരുന്നു ഈ അക്രമം നടത്തിയത്. എന്തായാലും നമ്മോടൊപ്പം അവർ തന്നെ ഉണ്ട്. എന്തായിരുന്നു ഇന്നലെ? ഞാൻ കമന്ന് കിടക്കേനു. എൻ്റെ പുറത്തിങ്ങനെ മുട്ടുംകാല് വെച്ചിട്ട് ഇരുന്ന് തലമുടി വടിച്ച് പൊന്തിച്ചതാ. എൻ്റെ വല്യമ്മയുണ്ട്. വല്യമ്മയും അടുത്ത ഉമ്മയും വാപ്പയും എൻ്റെ മക്കളും കൂടി ആർത്തൂട്ട് ഉമ്മനെ പിടിച്ചുന്തിയിട്ട് ഉമ്മൻ്റെ കൈക്ക് മുറിയൊക്കെ പറ്റിക്ക് ചോരൊക്കെ വന്നീനു. ഇവിടെ മക്കൾക്കും മോളെ തല ഭിത്തിയിൽ ഇടിച്ചു പോയിട്ട് ഇന്നലെ അപ്പം അവിടെ കാണിച്ചത് ആശുപത്രി കാണിച്ച്. പിന്നെ മുന്നേ തല്ലിയിടിൻ്റെ കണ്ണ് മൊത്തം റെഡായിരുന്നു. ഒരു മാസം കഴിക്കാതെ പോകാൻ ബ്ലഡ് ഛർദ്ദിച്ചിട്ട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി MRI സ്കാനിങ് ഒക്കെ എടുത്തത്. അങ്ങനെ എപ്പോഴും കൂടെ. പക്ഷെ അതുവരെ പെരക്കാരോട് പറഞ്ഞില്ല. എങ്ങനെങ്കിലും ഒന്ന് പോവുകയാണെങ്കിൽ പോട്ടെ എന്നുള്ളതിൽ. ഇപ്പം എന്നാലും ഉമ്മ ഉണ്ട്. ഉമ്മ കണ്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. ഉമ്മാരല്ലേ സഹിക്കൂലല്ലോ. അങ്ങനെ അടി കൂടിയതിന് ഞാൻ മോളെയും കൊണ്ട് ഇറങ്ങി ഓടുകയായിരുന്നു. കത്തിയെടുത്ത് കൊടുവാളും കത്തിയൊക്കെ എടുക്കാനാണ് പായുന്നത്. അങ്ങനെ കത്തിയെടുത്ത് വന്നപ്പോൾ എൻ്റെ മോളെയും കൊണ്ടിട്ട് പിടിച്ച് ഓടിയതാ. ഓടിയെന്ന് പറഞ്ഞാൽ ഞാൻ തീരുമാനിച്ചത് മരിക്കണം എന്നാ. വണ്ടിന് മുന്നേ ചാടാലോ എന്നുള്ളത്. എന്നപ്പോൾ അങ്ങാടിയിൽ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. ഒരു പിടിച്ച് മാറ്റി. എന്നപ്പോൾ എനിക്ക് തല കറങ്ങിയിട്ട് ഒരു വെള്ളമൊക്കെ വാങ്ങി തന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയും ചെയ്തു. എന്നും കച്ചറ പോലെ. നമുക്കൊരു സ്വസ്ഥമായിട്ടൊരു ജീവിതം നിൽക്കാൻ പറ്റൂല. എന്നും കച്ചറ. മദ്യപാനം ഭയങ്കര ദേഷ്യ. പുരയിൽ നമുക്കൊരു സാധനം എന്ന് പറയാനല്ലോ ഒക്കെ ചവിട്ടി പൊട്ടിക്കും. TV ആയിക്കോട്ടെ അങ്ങനെ എല്ലാ സാധനവും പൊട്ടിക്കുക. ശക്തമായ നടപടികൾ ഇക്കാര്യത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവണമെന്ന ആവശ്യമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. ആലപ്പുഴ ചെറുതനയിൽ 6 പേരെ കടിച്ച നായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. തിരുവല്ല പക്ഷിനിരീക്ഷണ കേന്ദ്രത്തിലെ ലാബിൽ നടത്തിയ പരിശോധനയിലാണ് സ്ഥിരീകരണം. ക്യാൻസർ രോഗിക്കടക്കം നായയുടെ കടിയേറ്റിരുന്നു. ഞായറാഴ്ച രാത്രിയും ഇന്നലെയുമായാണ് ചെറുതന പുത്തൻതുരുത്തിൽ 6 പേർക്ക് നായയുടെ കടിയേൽക്കുന്നത്. രാത്രി 9:30 പുത്തൻതുരുത്തിൽ പുന്നൂർപ്പറമ്പിൽ നസീമയുടെ മകൾ 12 വയസ്സുകാരി അൻസറയെയാണ് ആദ്യമായി നായ കടിച്ചത്. വീട്ടിൽ വളർത്തുന്ന നായക്കുട്ടിക്ക് ഭക്ഷണം കൊടുക്കാനായി പുറത്തിറങ്ങിയപ്പോഴായിരുന്നു ആക്രമണം. തുടർന്ന് ഇതേ നായ തന്നെ ജോലിക്ക് പോകാനായി രാവിലെ 6 മണിയോടെ പുറത്തിറങ്ങിയ 5 പേരെ കൂടി കടിച്ചു. നായ പിന്തുടരുന്നതിനിടയിൽ ഒരാൾക്ക് ബൈക്കിൽ നിന്ന് വീണ് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. പിന്നീട് കടിച്ച നായയെ ചത്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു. തിരുവല്ലയിലെ പക്ഷി ഗവേഷണ കേന്ദ്രത്തിൽ നടത്തിയ പരിശോധനയിലാണ് നായയ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചത്. സമീപത്തെ വീടുകളിലെ ആട് ഉൾപ്പെടെ വളർത്തുമൃഗങ്ങളെയും നായ ആക്രമിച്ചിട്ടുണ്ട്. ഇതും ജനങ്ങളിൽ പരിഭ്രാന്തി പരത്തുന്നുണ്ട്. പരിക്കേറ്റ മുഴുവൻ ആളുകളും ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെത്തി പ്രാഥമിക ചികിത്സ തേടുകയും പ്രതിരോധ കുത്തിവയ്പ് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് 18 ആലപ്പുഴ.
പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വർണ്ണമോഷണ വിവാദത്തിൽ പോലീസിനെതിരെ ഗുരുതര ആരോപണവുമായി ജീവനക്കാരുടെ സംഘടന. ജീവനക്കാരുടെ മേൽ മോഷണക്കുറ്റം കെട്ടിവെക്കാൻ പോലീസ് നിർബന്ധിക്കുന്നുവെന്നാണ് പരാതി. പത്മകുമാർ എന്ന ജീവനക്കാരനെ മർദ്ദിച്ച കുറ്റമേറ്റെടുക്കാൻ നിർബന്ധിച്ചുവെന്നും എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് നൽകിയ പരാതിയിൽ പറയുന്നു. സ്വർണം കാണാതായതിനു പിന്നിൽ മോഷണ ശ്രമമെന്ന് ഉറപ്പിച്ച് പോലീസ്. ജോലിക്കിടെ സംഭവിച്ച ശ്രദ്ധക്കുറവെന്ന് ജീവനക്കാർ. സ്വർണം പോയ വഴിയറിയാതെ പോലീസ് ഇരുട്ടിൽ തപ്പുകയാണ്. തർക്കം മുറുകുന്നതിനിടെ പോലീസിനെതിരെ ഗുരുതരമായ ആരോപണമാണ് CPM അനുകൂല സംഘടനയായ ടെമ്പിൾ എംപ്ലോയീസ് യൂണിയന്റേത്. ഫോർട്ട് അസിസ്റ്റന്റ് കമ്മീഷണർക്കെതിരെയാണ് പരാതി. പോലീസിൽ നിന്നുണ്ടാകുന്നത് അങ്ങേയറ്റം മോശമായ പെരുമാറ്റമാണ്. ക്ഷേത്ര ജീവനക്കാരുടെ തലയിൽ കുറ്റം കെട്ടിവെക്കാനും നിർബന്ധിച്ച് പ്രതിയാക്കാനുമുള്ള ശ്രമം നടക്കുന്നു. ജീവനക്കാരെ ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി രാത്രി മുഴുവൻ നിർത്തി ബുദ്ധിമുട്ടിച്ചു. ജീവനക്കാരനായ പത്മകുമാറിനെ ഫോർട്ട് അസിസ്റ്റന്റ് കമ്മീഷണർ മർദ്ദിച്ചു. കുറ്റമേറ്റെടുക്കാൻ ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയിൽ പറയുന്നു. ക്ഷേത്രത്തിന്റെ പൂർണ്ണ സുരക്ഷാ ചുമതല പോലീസിനാണ്. സ്വർണ്ണപ്പണി നടക്കുന്ന സ്ഥലത്ത് ക്യാമറയും പോലീസ് കാവലുമുണ്ട്. അതിനാൽ പോലീസുകാർക്കും തുല്യ ഉത്തരവാദിത്തമാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സുരക്ഷാ ചുമതലയിലുള്ള പോലീസുകാർക്കെതിരെയും അന്വേഷണം വേണമെന്നും ജീവനക്കാർ ആവശ്യപ്പെടുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. പട്ടാമ്പിയിലേക്ക് എത്തുന്നവരെ പകിട്ടോടെ സ്വീകരിക്കുകയാണ് നഗരത്തിലെ ചുമരുകളും മതിലുകളും. തനത് കലാരൂപങ്ങൾ മുതൽ ബോധവൽക്കരണ സന്ദേശങ്ങൾ ഉൾപ്പെടെയുള്ള ചിത്രങ്ങൾ നയന മനോഹരമാണ് പട്ടാമ്പി നഗരം. മാലിന്യമുക്ത പ്രഖ്യാപനത്തിന്റെ ഭാഗമായി നഗരസഭയുടെ നേതൃത്വത്തിലാണ് പട്ടാമ്പി നഗരത്തെ ചുമർ ചിത്രങ്ങളാൽ മനോഹരമാക്കിയത്. പട്ടാമ്പി നഗരത്തിലെത്തുന്നവരെ മനോഹരമായ ചിത്രങ്ങളിലൂടെ സ്വീകരിക്കുകയാണ് പാതയോരങ്ങളിലെ മതിലുകളും ചുമരുകളും. പട്ടാമ്പി നഗരസഭയുടെ പകിട്ടോടെ പട്ടാമ്പി പദ്ധതിയുടെ ഭാഗമായാണ് നഗരത്തിൽ മനോഹര ചിത്രങ്ങൾ ആലേഖനം ചെയ്തത്. തനത് കലാരൂപങ്ങളും കൗതുക ചിത്രങ്ങൾക്കുമൊപ്പം മാലിന്യ സംസ്കരണത്തെയും ജലം, വായു തുടങ്ങിയവയുടെ സംരക്ഷണത്തെക്കുറിച്ചുമുള്ള ബോധവൽക്കരണ സന്ദേശങ്ങളും ഒരുക്കിയിട്ടുണ്ട്. നഗരത്തിന്റെ എല്ലാ ഭാഗങ്ങളും ശുചീകരിച്ചുകൊണ്ടാണ് നഗരസഭ മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ പട്ടാമ്പിയിലേക്ക് കടന്നു വരുന്ന ആളുകൾക്ക് ഒരു തനത് കലാരൂപങ്ങളും അതുപോലെ തന്നെ മനോഹരമായ ചുമര് ചിത്രങ്ങളും ഒക്കെ പട്ടാമ്പി നഗരത്തിലും സ്ഥാപിക്കാനും അതുവഴി പട്ടാമ്പിയെ നോക്കി കാണുമ്പോൾ വളരെ മനോഹരമായ രീതിയിലുള്ളൊരു പട്ടാമ്പി എന്ന ഒരു രീതിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവൃത്തിയുമായിട്ടാണ് നഗരസഭ മുന്നോട്ട് പോകുന്നത്. പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ ചുറ്റുമതിൽ, സർക്കാർ സ്ഥാപനങ്ങളുടെ മതിലുകൾ, ചുമരുകൾ, പൊതു ഇടങ്ങൾ എന്നിവിടങ്ങളിലാണ് കണ്ണിനു കാഴ്ച വിരുന്നൊരുക്കി മനോഹര ചിത്രങ്ങൾ സജ്ജമാക്കിയത്. ന്യൂസ് 18 പട്ടാമ്പി. കുടിവെള്ളം വിലയ്ക്ക് വാങ്ങേണ്ട അവസ്ഥയിലാണ് ഇടുക്കി പാമ്പാടുംപാറ പഞ്ചായത്തിലെ പത്തിനിപ്പാറ നിവാസികൾ. മേഖലയിലെ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പുകൾ ഉപയോഗശൂന്യമായതോടെയാണ് കുടിവെള്ള വിതരണം നിലച്ചത്. പദ്ധതിയുടെ ഭാഗമായുള്ള കുളം കാട് കയറി നാശത്തിന്റെ വക്കിലാണ്. പാമ്പാടുംപാറ പഞ്ചായത്തിലെ ഉൾനാടൻ ഗ്രാമീണ മേഖലയിലെ 100-ലധികം കുടുംബങ്ങൾക്ക് ആശ്രയമായ പദ്ധതിയാണ് സംരക്ഷണമില്ലാതെ നശിക്കുന്നത്. 2005-ൽ സ്വകാര്യ വ്യക്തി സൗജന്യമായി നൽകിയ സ്ഥലത്താണ് കുളം നിർമ്മിച്ചത്. തുടർന്ന് പൈപ്പുകൾ സ്ഥാപിച്ച് വീടുകളിലേക്ക് വെള്ളം എത്തിച്ചിരുന്നെങ്കിലും ഇരുമ്പ് പൈപ്പുകൾ തുരുമ്പെടുത്ത് നശിച്ചതോടെ ജലവിതരണം നിലച്ചു. നിലവിൽ കഴിഞ്ഞ 5 വർഷമായി പദ്ധതി ഉപയോഗത്തിലില്ല. 100 വീടിന് മേളിലായിട്ട് ആൾക്കാർക്ക് നല്ല രൂപത്തിൽ കുടിക്കാനും മറ്റാവശ്യങ്ങൾക്കും ഉപയോഗിച്ചുകൊണ്ടിരുന്ന വെള്ളമായിരുന്നത്. ഇപ്പൊ ഇത് ഈ മഴക്കാലത്ത് പോലും വെള്ളത്തിന് ഒത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു പ്രദേശത്തേക്ക് ആയിരുന്നു. ഒരു മെട്ടും പ്രദേശമാണ് പത്തിനിപ്പാറ എന്ന് പറഞ്ഞാൽ അറിയാം, എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു ഭയങ്കര ഉയർന്ന പ്രദേശമാണ്. അവിടെ വെള്ളം ഇപ്പൊ പൈസ കൊടുത്ത് മേടിക്കേണ്ട ഒരു അവസ്ഥയാണ്. മഴക്കാലത്ത് പോലും കുടിവെള്ളം കൃത്യമായി ലഭിക്കാത്ത മേഖലയാണ് ഇവിടം. മേഖലയിൽ മറ്റ് ശുദ്ധജല സ്രോതസ്സുകളുമില്ല. നാട്ടുകാർ നിലവിൽ ആഴ്ചതോറും 700-ലധികം രൂപ മുടക്കിയാണ് വെള്ളം വിലയ്ക്ക് വാങ്ങുന്നത്. നിലവിലുള്ള പദ്ധതിയുടെ അറ്റകുറ്റപ്പണികൾ നടത്തി കാര്യക്ഷമമാക്കാൻ അടിയന്തര ഇടപെടൽ വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. ശുദ്ധജലത്തിനായി നെട്ടോട്ടമോടുകയാണ് കാസർഗോഡ് തളങ്കരയിലെ കുടുംബങ്ങൾ. ബദൽ സംവിധാനം തേടി അധികൃതരെ സമീപിച്ചെങ്കിലും പരിഹാരം ഉണ്ടായില്ല എന്നാണ് പരാതി. കൊപ്പലിലെ 15-ലധികം കുടുംബങ്ങളാണ് കുടിവെള്ളമില്ലാതെ ബുദ്ധിമുട്ടുന്നത്. കഠിനമായ ചൂട് കൂടിയായതോടെ ഇവർ വലിയ പ്രയാസമാണ് നേരിടുന്നത്. കുടിക്കാനും കുളിക്കാനും അലക്കാനും ഒന്നും വെള്ളമില്ല.
പിന്നോക്ക ജനവിഭാഗങ്ങൾ താമസിക്കുന്ന പ്രദേശം കൂടിയാണിത്. ഇവിടേക്ക് കുടിവെള്ള പൈപ്പ് സ്ഥാപിച്ചുവെങ്കിലും ജലവിതരണം കാര്യക്ഷമമല്ല. പൈപ്പ് പൊട്ടി പോകുന്നു, പിന്നെ അത് തിരിഞ്ഞു നോക്കുന്നില്ല. ഉപ്പുവെള്ളം പോയാൽ കിണറ്റിൽ വെള്ളം ഏത് കുടിക്കാൻ പറ്റുന്നില്ല, അതിന് ഉപ്പ് പ്രശ്നമുണ്ട്. പുഴയിൽ നിന്ന് ഉപ്പുവെള്ളം കയറുന്നതും ശുദ്ധജല സ്രോതസ് ഇല്ലാത്തതും വലിയ പ്രതിസന്ധിയാണ്. കിലോമീറ്റർ അകലെ നിന്നാണ് ഇപ്പോൾ കുടിവെള്ളം എത്തിക്കുന്നത്, അതും വലിയ വില നൽകി. குடிவெள்ளம் கிட்டாதாயதோட பலரும் தாൽக்காலிகமாய் தாமசம் மாறி. தண்ணி வசதிக்கு ஏற்பாடு பண்ணிட்டாங்க. நாங்கள் 18 வருஷமா இங்கே தான் இருக்கோமே. சுத்தமாக தண்ணி இல்லை, பழுப்புலேயும் தண்ணி இல்லை, கிணத்துலேயும் தண்ணி இல்லை. இப்போ வெயில் டைம் வரையே ரொம்ப கஷ்டமாக இருக்குது தண்ணி எடுக்க. வேலைக்கு போயிட்டு வந்தால் கூட தூரமாக போயிட்டு தண்ணி எடுக்கிறதா இருக்குது. തണ്ണി കൊഞ്ചം ഏർപ്പാട് പണിത്താങ്ക. കുടിവെള്ളം എത്തിക്കാത്ത അധികാരികളുടെ അവഗണനയിൽ പ്രത്യക്ഷ സമരത്തിന് ഒരുങ്ങുകയാണ് പ്രദേശവാസികൾ. ന്യൂസ് 18 കാസർഗോഡ്. വേനലിൽ കുടിവെള്ളമില്ലാതെ നെട്ടോട്ടമോടുകയാണ് പാലക്കാട് ആനക്കര മേലഴിയം പ്രദേശവാസികളും. കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി ലക്ഷങ്ങൾ ചെലവിട്ട് ടാങ്കുകൾ സ്ഥാപിച്ചെങ്കിലും ഇതുവരെ പ്രയോജനമുണ്ടായില്ലെന്നാണ് ആക്ഷേപം. പാലക്കാട് ആനക്കരയിലാണ് കുടിവെള്ളക്ഷാമം രൂക്ഷമാകുന്നത്. നിലവിൽ ദൈനംദിന ആവശ്യങ്ങൾക്ക് വെള്ളത്തിനായി നെട്ടോട്ടം ഓടുകയാണ് ഇവിടുത്തെ ജനങ്ങൾ. ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ടാങ്കർ ലോറിയിലൂടെ ജലവിതരണം നടത്തുന്നുണ്ട് എങ്കിലും ആവശ്യമായ വെള്ളം ലഭിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. നെല്ലിക്കുന്നിലെ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി വർഷങ്ങൾക്ക് മുൻപ് ലക്ഷങ്ങൾ ചിലവിട്ട് 5000 ലിറ്ററിന്റെ 2 ടാങ്കുകൾ വീതമാണ് സ്ഥാപിച്ചത്. എന്നാൽ ഇവ ഉപയോഗപ്രദമല്ല. 100-ൽ പരം കുടുംബങ്ങളാണ് ഇവിടെ ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ വിഷയം എന്ന് പറഞ്ഞാൽ വെള്ളത്തിന്റെ പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഇത് നമുക്ക് ശാശ്വത പരിഹാരം എന്നുള്ള രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. നമ്മൾ സംസാരിക്കുന്നത് എന്താ വെച്ചാൽ 100-ന്റെ മുകളിൽ നമുക്കിവിടെ താമസമായിട്ട് കുറേ വീടുകളുണ്ട്. അവർക്കൊന്നും വെള്ളത്തിന്റെ പ്രശ്നം തന്നെയാണ്. ഇപ്പോൾ ജലജീവൻ മിഷൻ പദ്ധതിയിൽ ധാരാളം കുടിവെള്ള കണക്ഷനുകൾ കൊടുത്തിട്ടുണ്ടെങ്കിലും കുന്നിൻ പ്രദേശമായതിനാൽ എല്ലായിടത്തും വെള്ളം എത്തുന്നുമില്ല. വീടുകളിൽ ടാപ്പ് തുറന്നാൽ മിക്ക സമയത്തും കാറ്റു മാത്രമാണ് വരുന്നതെന്നാണ് വീട്ടമ്മമാർ പറയുന്നത്. ആദ്യം പിന്നെ കുറേശ്ശെ 2 ബക്കറ്റ് 3 ബക്കറ്റ് ഇടണം. പിന്നെ ഞങ്ങൾക്ക് വെള്ളമില്ല. പിന്നെ ഏത് പാത്രക്ക വെള്ളം പിന്നെ ഞങ്ങളിപ്പോൾ ഇത് എത്ര നേരം ഉറക്കൊഴിച്ചിരിക്കുക. അവിടെയൊക്കെ വെള്ളം പോകുന്ന കണ്ടിട്ട് ഞങ്ങൾ ഇവിടെ തുറന്നാലും ഞങ്ങൾക്ക് കാറ്റ് വെക്കാം. കാറ്റുകൊണ്ട് ഞങ്ങൾക്ക് കാര്യമില്ലല്ലോ. എന്നാൽ ഞങ്ങൾക്ക് അത് ഉണ്ടായിരുന്നു, അതും ഇല്ല. പിന്നെ ഇപ്പം എന്താ, പിന്നെ വണ്ടിമേളം വരും, അവിടെയൊക്കെ എപ്പോഴും വരും. ഞങ്ങൾക്ക് ഇങ്ങോട്ട് എപ്പോഴും എത്തില്ല. ഞങ്ങളിപ്പോൾ അതിലും നല്ല ഞങ്ങൾക്ക് കിണറ്റിൽ നിന്ന് ഏറ്റി കൊടുന്നൂടെ. ഈ വണ്ടിമേളം എപ്പോഴെങ്കിലും താഴ്ത്തി ഒന്നും ഏറ്റി കൊടുക്കുന്നു. നിലവിൽ സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ ക്വാറിയിൽ നിന്ന് കുടുംബങ്ങൾ സ്വന്തം ചെലവിൽ മോട്ടോർ സ്ഥാപിച്ച് വെള്ളം എടുക്കുകയാണ് ചെയ്യുന്നത്. ബന്ധപ്പെട്ട അധികൃതർ അടിയന്തരമായി ഇടപെടൽ നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 പാലക്കാട്. തൃത്താല പട്ടിത്തറ കുമന്തോട് പാലം സൈഡ് ഭിത്തി നിർമ്മിക്കുന്നത് ഗാബിയോൺ ഗേജ് സാങ്കേതിക വിദ്യയിലാണ്. ജില്ലയിൽ അട്ടപ്പാടി ചുരത്തിലാണ് ഇതിനു മുൻപ് ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മാണം നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ പ്രളയത്തെ തുടർന്നാണ് കൂമൻതോടിന് സമീപത്തെ കൊടുംവളവിൽ പാർശ്വഭിത്തിയും റോഡിന്റെ ഒരു ഭാഗവും തോട്ടിലേക്ക് ഇടിഞ്ഞു താഴ്ന്നത്. ഇതോടെ ഇരുവശത്തു നിന്നും വരുന്ന വാഹനങ്ങൾ ഒരേ ഭാഗത്തു കൂടി കടന്നുപോകേണ്ട സ്ഥിതിയായി. പാർശ്വഭിത്തി തകർന്ന ഭാഗത്ത് 26 മീറ്റർ നീളത്തിലാണ് നിർമ്മാണം പുരോഗമിക്കുന്നത്. ഗാബിയോൺ ഗേജ് സാങ്കേതിക വിദ്യയിലാണ് നിർമ്മാണം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. പാർശ്വഭിത്തി നിർമ്മാണം 45 ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കി ഗതാഗതത്തിന് തുറന്നു കൊടുക്കുമെന്ന് മന്ത്രി MP രാജേഷ് പറഞ്ഞു. ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയായിട്ടുള്ള ഗാബിയോൺ എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട്, നിർമ്മാണ രീതി ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാവുന്നത് പോലെ ഈ റോഡ് നിർമ്മാണം നടക്കുന്നത്. ഇത് തൃത്താലയിൽ എവിടെയും ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല. പാലക്കാട് ജില്ലയിൽ തന്നെ ഇതിനു മുമ്പ് ഇത് ചെയ്തിട്ടുള്ളത് അട്ടപ്പാടി ചുരത്തിൽ മാത്രമാണ്. അപ്പം ആ നിർമ്മാണ രീതിയാണ് ഇവിടെ അവലംബിച്ചിട്ടുള്ളത്. അത്ര ശ്രദ്ധയോടെയും സൂക്ഷ്മമായും ഇനി ഇത്തരമൊരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ടുമാണ് ഇത് ചെയ്യുന്നത്. കിഫ്ബി ഫണ്ടിൽ നിന്നും 51 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം. സ്ഥലം ഏറ്റെടുപ്പ് നടപടികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന കുറ്റിപ്പുറം കുമ്പിടി തൃത്താല പട്ടാമ്പി റോഡിന്റെ നിർമ്മാണ പ്രവൃത്തി കൂടി കണക്കിലെടുത്ത് വീതി കൂട്ടിയാണ് നിർമ്മാണം പുരോഗമിക്കുന്നത്. ന്യൂസ് 18 പട്ടാമ്പി. തിരുവനന്തപുരം നെയ്യാറ്റിൻകര ആറയൂർ വണ്ടിച്ചിറ പാലം നവീകരണം വൈകുകയാണ്. കാർഷിക മേഖലയിലേക്കുള്ള ഈ പാലം നവീകരിച്ചു നൽകിയാൽ കർഷകർക്ക് വലിയ പ്രയോജനമാകും. കാർഷിക മേഖലകളിൽ ഒന്നായ ചെങ്കൽ ആറയൂർ കൃഷിപ്പാടത്തേക്ക് പോകാനുള്ള പാലമാണിത്. നെയ്യാറിന്റെ കൈവഴിയായ വണ്ടിച്ചിറത്തോടിന് കുറുകിയുള്ള പാലം ഏത് നിമിഷവും നിലം പതിക്കാം. കാലപ്പഴക്കവും പുനർനിർമ്മാണങ്ങളിൽ വരുത്തിയ വീഴ്ചയുമാണ് ഈ അവസ്ഥയ്ക്ക് കാരണം. ഏക്കർ കണക്കിന് കൃഷിയിടത്തേക്ക് കർഷകർ എത്തുന്നതും ഇതുവഴിയാണ്. ഇപ്പൊ ഈ പാലത്തിന്റെ കടപഴങ്ങി നിൽക്കുകയാണ് ഇതിന്റെ അടിഭാഗം. ഇനി യാതൊരു ബലവും അതിനില്ല.
അതിന് എത്രയും പെട്ടെന്ന് നേരാക്കിയാലേ നമുക്ക് അതിലെ ഉറപ്പായിട്ട് പോകാൻ പറ്റൂ. അല്ലെങ്കിൽ അടുത്ത മഴയത്ത് ജൂൺ ജൂലൈ മാസത്തിലുള്ള മഴയത്ത് ഇത് എന്തായാലും താഴെ വീഴും. വണ്ടിച്ചിറ തോടിന് മുകളിലായിട്ട് വരുന്ന ഈ പാലം ഇന്ന് ഈ അവസ്ഥയിൽ നിൽക്കുന്നത് പല പ്രാവശ്യം ബന്ധപ്പെട്ടവരുമായിട്ട് ബന്ധപ്പെടുകയും അതിന് ശാശ്വത പരിഹാരം ഉണ്ടാകാൻ ശ്രമിച്ചിട്ട് നടക്കാതെ വരികയും ചെയ്തു. അതിനുശേഷം ഒരിക്കൽ MLA ആയിട്ട് ബന്ധപ്പെട്ട് MLA ആയിട്ട് സംസാരിച്ചപ്പോൾ ഇപ്പം അതിൻ്റെ ഒരു ഇതില്ല, ഇത് നല്ലൊരു എമൗണ്ട് ആവും, അതുകൊണ്ട് അത് നോക്കാം എന്ന് പറഞ്ഞതിന് ശേഷം ഇന്ന് വരെ അതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല. ഇതിനൊരു പരിഹാരം, ശാശ്വത പരിഹാരം ഉണ്ടായാൽ മാത്രമേ ഈ കർഷകർക്ക്, ഈ ഏലയ്ക്കകത്ത് കർഷകർക്ക് വന്ന് പോകാനും എടുക്കാനുള്ള ഒരു സൗകര്യമുള്ളൂ. വളരെ ദയനീയ അവസ്ഥയിൽ കിടക്കുകയാണ്. തോടിന്റെ കുത്തൊഴുക്കിൽപ്പെട്ട് പാലത്തിന്റെ പാർശ്വഭിത്തികളും ബേസ്മെന്റും ഇളകിയിട്ടുണ്ട്. നിരവധി തവണ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും പരിഹാരം ഉണ്ടാകുന്നില്ല. നിലവിൽ അമിതമായ കൂലി നൽകി തലച്ചുമടായാണ് വളം ഉൾപ്പെടെയുള്ള കാർഷിക സാധനങ്ങൾ എത്തിക്കുന്നത്. പാലം നവീകരിച്ച് സഞ്ചാരയോഗ്യമാക്കിയാൽ കാർഷിക മേഖലയ്ക്ക് ഉണർവേകുമെന്ന് കർഷകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മഴയായാൽ ഇതുവഴിയുള്ള യാത്ര തീർത്തും അപകടത്തിലാകും. പ്രശ്നത്തിൽ അടിയന്തര പരിഹാരം തേടുകയാണ് കർഷകർ. ന്യൂസ് 18 നെയ്യാറ്റിൻകര. ഹൈറേഞ്ചിൽ മുന്തിരിക്കാലമാണ്. കൊന്നത്തടി പാറത്തോട്ടിൽ സ്വദേശി ജോണിയുടെ വീട്ടിലെ മുന്തിരിക്കാഴ്ച കാണാം. പാറത്തോട്ടത്തിലാണ് ഈ മുന്തിരിപ്പാടം. കിഴക്കേ ഭാഗം ജോണിയുടെ വീടിന്റെ മട്ടുപ്പാവ് നിറയെ മുന്തിരി വിളഞ്ഞു കിടക്കുകയാണ്. 3 വർഷം മുൻപ് തമിഴ്നാട് പെരിയകുളത്ത് നിന്നാണ് ജോണി മുന്തിരി തൈകൾ വാങ്ങിയത്. കൃത്യമായ പരിപാലനമാണ് മുന്തിരി സമൃദ്ധമായി വളരാൻ സഹായിച്ചത്. ജലസേചനം, തണൽ ക്രമീകരിക്കൽ, പ്രൂണിംഗ് എന്നിവയെല്ലാം സമയബന്ധിതമായി നടത്തി. മുന്തിരി സമൃദ്ധമായി വളരാനും നല്ല വിളവ് ലഭിക്കാനും ഇത് സഹായകരമായി. എല്ലാത്തരം പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും ഇവിടെ ഉണ്ട്. മെയിനായിട്ട് മുന്തിരി നന്നായിട്ട് നട്ട് പരിപാലിക്കുന്നു. ഇതിപ്പം നട്ടിട്ട് 2.5 വർഷമായി. ഇത് 4ാമത്തെ വിളവെടുപ്പാണ്. ജോണിയുടെ മട്ടുപ്പാവിലെ മുന്തിരി കൃഷിയിൽ ഇത് 5ാം തവണത്തെ വിളവെടുപ്പിനാണ് തയ്യാറെടുക്കുന്നത്. ഇത്തവണ ഏതാണ്ട് 100 കിലോയിലധികം മുന്തിരി ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജൈവ കൃഷിരീതിയിലാണ് പരിപാലനമെന്ന് ജോണി പറയുന്നു. രാസവളങ്ങളോ മറ്റ് കീടനാശിനികളോ ഉപയോഗിക്കാത്തതിനാൽ മുന്തിരി വാങ്ങാനും ധാരാളം പേർ ഇവിടെ എത്താറുണ്ട്. മുന്തിരി കൃഷി എല്ലാവർക്കും പരീക്ഷിക്കാവുന്നതാണെന്നും ശ്രദ്ധയോടെയുള്ള പരിപാലനമുണ്ടായാൽ ഹൈറേഞ്ചിലും മുന്തിരി സമൃദ്ധമായി വളരുമെന്നാണ് ജോണി പറയുന്നത്. ന്യൂസ് 18 ഇടുക്കി. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് മലപ്പുറം കോട്ടക്കുന്നിൽ നടന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയ്ക്ക് പ്രൗഢഗംഭീരമായ സമാപനം. പൊന്നാനി MLA നന്ദകുമാറാണ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. മലപ്പുറം കോട്ടക്കുന്നിന്റെ മണ്ണിൽ സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ എന്റെ കേരളം പ്രദർശന വിപണനമേള അക്ഷരാർത്ഥത്തിൽ ജനകീയമായിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ 90ഓളം വകുപ്പുകളുടെയും വിവിധ സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെ ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻ വകുപ്പിന്റെ നേതൃത്വത്തിലായിരുന്നു മേളയുടെ സംഘാടനം. സംസ്ഥാനത്തിന് തന്നെ മാതൃകയാകുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടത് ഒന്നിച്ചുള്ള പ്രവർത്തനമെന്ന് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് P. നന്ദകുമാർ MLA പറഞ്ഞു. നമ്മളെ മലപ്പുറം നിവാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുമ നൽകുന്നതായിരുന്നു. കഴിഞ്ഞ 9 വർഷക്കാലത്തെ, പ്രത്യേകിച്ച് ഈ 4 വർഷക്കാലത്തെ ഈ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും സേവന മേഖലയ്ക്കകത്ത് ഇടപെടുന്നതിനെ സംബന്ധിച്ചിടത്തോളം അത് ഉപകാരപ്രദമായ രൂപത്തിലേക്ക് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന കാര്യവും സൂചിപ്പിക്കുന്ന സ്റ്റാളുകളും ഇവിടെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ 9 വർഷത്തെ സർക്കാരിന്റെ നേട്ടങ്ങൾ മേളയിൽ പ്രദർശിപ്പിച്ചു. വിവിധ വകുപ്പുകളുടെ സ്റ്റാളുകൾ സർക്കാരിന്റെ വ്യത്യസ്ത പദ്ധതികളെക്കുറിച്ച് ജനങ്ങൾക്ക് അറിവ് നൽകുന്ന രീതിയിലാണ് ക്രമീകരിച്ചത്. 90ഓളം സർക്കാർ വകുപ്പുകളുടെയും സ്ഥാപനങ്ങളുടെയും 150ഓളം സ്റ്റാളുകൾ, വിവിധ വകുപ്പുകളുടെ സേവനം ലഭ്യമാകുന്ന സർവീസ് സ്റ്റാളുകൾ, 2000 ചതുരശ്ര അടിയിൽ PRDയുടെ എന്റെ കേരളം 1ാമത് ചിത്രീകരണം, കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ കാർഷികമേള, കുടുംബശ്രീയുടെ രുചി വൈവിധ്യങ്ങളുടെ ഭക്ഷ്യമേള, ടൂറിസം അനുഭവങ്ങൾ പുനരാവിഷ്കരിക്കുന്ന ടൂറിസം വകുപ്പിന്റെ പ്രദർശനം, സാങ്കേതിക മികവ് തെളിയിക്കുന്ന കിഫ്ബിയുടെ പ്രദർശന പവലിയൻ, IT വകുപ്പിന്റെയും സ്റ്റാർട്ടപ്പുകളുടെയും ടെക്നോ ഡെമോ ഏരിയ, സ്പോർട്സ് സോൺ, വൈവിധ്യവും വിജ്ഞാനപ്രദവുമായ സ്റ്റാളുകൾ, മിനി തിയേറ്റർ എല്ലാം ശീതീകരിച്ച പന്തലിനകത്ത് സജ്ജമാക്കിയിരുന്നു. 7 ദിവസങ്ങളിലായി വിവിധ വകുപ്പുകളുടെ കാലിക പ്രസക്തമായ സെമിനാറുകളും വൈകിട്ട് കലാപരിപാടികളും മേളയുടെ ഭാഗമായി നടന്നു. സമാപന ചടങ്ങിന് ശേഷം പ്രസീത ചാലക്കുടിയും സംഘവും നടത്തിയ മ്യൂസിക്കൽ നൈറ്റ് അരങ്ങിലെത്തി. ന്യൂസ് 18 മലപ്പുറം. കോഴിക്കോട് കുന്നമംഗലം
കാരന്തൂർ പെട്രോൾ പമ്പിൽ മോഷണം. നായരയുടെ പെട്രോൾ പമ്പിലാണ് മോഷണം നടന്നത്. പണവും ടാബ്ലറ്റും ഉൾപ്പെടെ നിരവധി സാധനങ്ങൾ മോഷണം പോയി. മോഷ്ടാവിന്റേതെന്ന് കരുതുന്ന CCTV ദൃശ്യം പുറത്തുവന്നു. MS അനീഷ് കുമാർ വിവരങ്ങളുമായി ചേരുന്നു. അനീഷ്, എപ്പോഴാണ് മോഷണം നടന്നത്? പോലീസ് എന്താണ് പറയുന്നത്? കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് കാരന്തൂരിലെ നയാര പമ്പിൽ മോഷണം നടന്നത്. രാവിലെ ജീവനക്കാർ പെട്രോൾ പമ്പിൽ ജോലിക്കായി എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത്. പിന്നീട് കുന്നമംഗലം പോലീസ് വിവരം അറിയിച്ചു. തുടർന്ന് വെല്ലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും അടക്കം സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തുകയും ചെയ്തു. ഈ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ആയുധവുമായി എത്തിയ ഒരാൾ പമ്പിലെ ഈ ഗ്ലാസ് വാതിൽ ആയുധം ഉപയോഗിച്ച് തുറക്കുകയും പിന്നീട് അകത്ത് കടന്ന ശേഷം ഈ ഷെൽഫ് ഇതേ ആയുധം ഉപയോഗിച്ച് തന്നെ തുറക്കുകയും ആ ഷെൽഫിലുണ്ടായിരുന്ന പണം, ടാബ്ലറ്റ്, ജീവനക്കാർ ധരിക്കാൻ ഉപയോഗിച്ച ഷൂസ് എന്നിവ എടുത്ത് സ്ഥലം വിടുകയായിരുന്നു. ഇതേ സമയത്ത് തന്നെ ഈ പെട്രോൾ പമ്പിന് സമീപമുള്ള മറ്റ് 2 കടകളിലും മോഷണ ശ്രമം നടത്തിയതായി കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും CCTV ദൃശ്യങ്ങൾ പുറത്ത് വന്ന സാഹചര്യത്തിൽ ഈ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കുന്നുണ്ട്. സമാനമായ രീതിയിൽ പെട്രോൾ പമ്പുകളിൽ അടുത്ത കാലത്തായി മോഷണങ്ങൾ നടത്തിയിരുന്ന ആളുകളെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. എന്തായാലും ഈ പതിവ് രീതി തന്നെയാണ് ഇവിടെയും നടത്തിയിട്ടുള്ളത് എന്നതുകൊണ്ട് തന്നെ വൈകാതെ തന്നെ പ്രതിയിലേക്ക് എത്താൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് പോലീസിനുള്ളത്. ശരി അനീഷ്. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. Choose your special. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 8,805 രൂപ, പവന് 70,440 രൂപ. 18 ക്യാരറ്റ് ഗ്രാമിന് 7,285 രൂപ, പവന് 58,040 രൂപ. വെള്ളി ഗ്രാമിന് 108 രൂപ, കിലോയ്ക്ക് 1,80,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. Choose your special. സകലമാന കേരളം പൂർണ്ണമാകുന്നു. ഇനി സ്പോട്ട് ലൈവിൽ ടോം കുര്യാക്കോസ് ചേരും. നമസ്കാരം. എല്ലാം കഴിഞ്ഞു മാം. ഈ സ്പേസ് ഷിപ്പിൽ 6 എയർ ബാഗ്സ് ഉണ്ട്. അനുഭവിക്കൂ ഈ ലോകത്തിന് പുറത്തുള്ളൊരിടം. മാരുതി സുസുക്കി വാഗനാറിനൊപ്പം സ്പേസ് ഫോർ ലൈഫ്.